സ്നാക്സും കുപ്പികളൊക്കെ കാണും. ഇതൊക്കെ കാര്യമായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി നേരെ പുറത്തേക്ക് കളയും. ലീറ്ററിൽ യാതൊരു കാരണവശാലും അത് ചെയ്യരുത്. നിങ്ങൾ വണ്ടിക്കകത്ത് ഉപേക്ഷിച്ചാൽ മതി. വണ്ടി ക്ലീൻ ചെയ്യുന്നതുകൂടെ അവരെ ക്ലീൻ ചെയ്ത് മാറ്റിക്കോളും. യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക്കിൻ്റെ യാതൊരു സാധനങ്ങളും നിങ്ങൾ വാഹനത്തിന് പുറത്തേക്ക് കളയരുത്. അത് ശ്രദ്ധിക്കുക. അതുപോലെ എവിടെയെങ്കിലും ഫോൺ ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യുക. ഇത് നമുക്ക് ഫോണിന് റേഞ്ച് വരുന്ന സമയം വൈകുന്നേരം ഒരു 5 മണി കണക്ക് കൂട്ടിയാൽ BSNL മാത്രം അത്യാവശ്യം കാട്ടിലൊക്കെ കിട്ടുമായിരിക്കും. വേറൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് എവിടെയെങ്കിലും അത്യാവശ്യം വിളിക്കാനുണ്ടെങ്കിൽ ചെയ്തോളാം. 5 മണി പ്രതീക്ഷിച്ചാൽ മതിയാവും ഈ ഫോണിനൊക്കെ റേഞ്ച് വരുന്ന സമയം. ഇപ്പോൾ ഗവി എന്ന് പറയുന്ന ലോക പൈതൃക കൊണ്ട് യുനെസ്കോ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ 3-ാം സ്ഥാനമാണ് ഗവിക്കുള്ളത്. അത് ഗവിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഇവിടെ പ്രത്യേകത ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ശുദ്ധവായുള്ള മേഖലയാണ്. ഏതാണ്ട് 90 കിലോമീറ്ററോളം വനം മാത്രമാണ്. ഇവിടുന്ന് നമ്മൾ വനം തീരുന്നിടം വരെ ചെല്ലുമ്പോൾ 90 കിലോമീറ്റർ നമ്മൾ വനത്തിൻ്റെ മാത്രം നമ്മൾ പോകുന്ന വഴി തിരിച്ചു വരികയല്ല. അതുവഴി നേരെ വണ്ടിപ്പെരിയാറ് കയറി അവിടെ നിന്ന് പരുന്തുപാറ കയറി ഇറങ്ങി അവിടുന്ന് പീരുമേട് കുട്ടിക്കാനം മുണ്ടക്കൻ വഴിയാണ് തിരിച്ചു പോകുക. നമ്മൾ പോകുന്ന വഴി നമുക്ക് വരാൻ പറ്റും. ഏറ്റവും നല്ല ശുദ്ധവായുള്ള മേഖലയാണ്. അതുപോലെ നാട്ടിൽ വിലകളുണ്ട് 26 പക്ഷികളും 149 ചിത്രശലഭങ്ങളും ഏതാണ്ട് 49 തരം പാമ്പ് വർഗ്ഗങ്ങളും ഒക്കെയുള്ള മേഖലയാണ്. ഗവി മാത്രമായി കാണപ്പെടുന്ന ജീവികൾ വേറെയാണ് ഇഷ്ടംപോലെ. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളാണ്. സമുദ്ര നിരപ്പിൽ നിന്ന് 3250 അടി ഉയരത്തിൽ നമ്മൾ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഉയരം കൂടുമ്പോൾ അവിടെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുള്ള ഒരു യാത്രയാണ്. 4 ഡാമുകൾ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഡാമിൻ്റെ സൈഡിൽ പോകുന്നുണ്ട്. മൊത്തം 5 ഡാമുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കാണാത്ത 5 ഡാമുകൾ